ഹരി ഓം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ശരീരം സ്വീകരിച്ചിട്ടുള്ളത് ആരാണോ അതിലവർക്ക് ശരീരാഭിമാനം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരുവനെ സംബന്ധിച്ച് കർമ്മങ്ങൾ അനിവാര്യമാണ്. ഒരുപാട് കർമ്മങ്ങളുണ്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിലും മറ്റ് ജോലി കൂലി എന്നുള്ളത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പം കർമ്മങ്ങൾ ഇന്നിപ്പോൾ ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്ന 5 കാരണങ്ങളുണ്ട് കർമ്മത്തിൻ്റെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ കേവലം ജോലി എന്ന് മാത്രമല്ല വേദാന്ത ശാസ്ത്രം പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ്. ആ കൃഞ്ഞ് കരണേ, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, കൃഞ്ഞ് ധാതുവിൽ നിന്ന്. അപ്പോൾ ഈ ചലനങ്ങളെ 5 വിധത്തിലാണെന്ന് മുമ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പറയാൻ പോകുന്നതല്ല. അതെന്താണ്? കർമ്മ പഞ്ചവിധം ബുധാഹ, ജ്ഞാനികൾ കർമ്മത്തെ 5 പ്രകാരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനമിതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ജ്ഞാനികൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഉത്ക്ഷേപണം എന്ന് പറഞ്ഞാൽ ഉയർത്തുക, അവക്ഷേപോ താഴ്ത്തുക, പ്രസാരണം വലിച്ചു നീട്ടുക, ആകുഞ്ചനം ചുരുക്കുക, ഗമനം നടക്കുക. ഇതാണ് ഈ 5 വിധത്തിലുള്ള കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും. 3-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർ ഗുണൈഹി. കർമ്മത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്, നിയമമാണത്. എന്താണ്? നഹി കശ്ചിത് ക്ഷണം അപി, ക്ഷണമപി ഒരു ക്ഷണിക മാത്രം നേരം പോലും, കശ്ചിത് ഒന്നും തന്നെ കർമ്മം ഇല്ലാത്ത അവസ്ഥ ഇല്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്, കർമ്മമില്ലാതെയാകുന്ന കർമ്മമില്ലാത്തൊരവസ്ഥ എന്നത് ഇല്ലേ ഇല്ല. കാര്യദേഹി അവശകർമ്മ, കാര്യദേഹി എല്ലാം തന്നെ അവശ, മറ്റൊന്നും ഒരു നിസ്സഹായരായിക്കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മിണ്ടാതിരിക്കുന്ന നമ്മളിൽ തന്നെ എന്തൊക്കെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ട്, അതുഹേതുവായിട്ട് തന്നെ രക്തത്തിൻ്റെ പ്രവാഹം നടക്കുന്നുണ്ട്, ആന്തരിക അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്, കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, ശരീരത്തിലെ പല അവയവങ്ങളും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനുള്ളിൽ വലിയ പമ്പ് സെറ്റ് വെച്ചതുപോലെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു. അവിടുന്ന് നമ്മുടെ തലമണ്ടയുടെ മുകൾ മുതൽ കാൽപാദം വരെയുള്ള രക്തപ്രവാഹം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ചലനമാണ്. ഈ പ്രപഞ്ചത്തിൽ ചലനമില്ലാത്തൊരവസ്ഥ എവിടെയുമില്ല. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചലമായിരിക്കുന്ന ഒന്നിൽ തന്നെ, ഈ ഭൂമി തന്നെ നിശ്ചലമാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ, കറങ്ങുകയാണ്. അതിൽ തന്നെ എല്ലാം കറങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു പേന പോലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നിശ്ചലമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിൽ ചലനം അനുസ്യൂതം നടക്കുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഗീത അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർ ഗുണൈഹി. പ്രകൃതി ഗുണത്തിന് അനുസൃതമായി, സത്വരജ തമോ ഗുണങ്ങൾക്കനുസൃതമായി പ്രകൃതിയിൽ അതുള്ളതാണ്. പ്രകൃതി അങ്ങനെയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല എന്നൊരുത്തൻ തീരുമാനം എടുക്കുന്നത് മൂഢമായ ഒന്നാണ്. പിന്നെ ആകെ ഭഗവാൻ ഇവിടെ പറയുന്നത് നമുക്ക് സാധിക്കാവുന്നത് എന്താണ്? കർമ്മഫലത്തോടുള്ള ഇച്ഛയെ, ആഗ്രഹത്തെ നമുക്ക് ഉപേക്ഷിക്കാം. അത് ഫലസംഗം ത്യജിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ നീ ഉപേക്ഷിക്കും. അങ്ങനെ നീ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നീ ആരാണ്? ത്യാഗിയാണ്, സന്യാസിയാണ്. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ 18-ാം അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം വരെ ചർച്ച ചെയ്തു വച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഭഗവാൻ ഇതിനെ കുറച്ചുകൂടെ ഈ വേദാന്ത ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ നമ്മുടെ ചെയ്തികൾക്കും അത് ന്യായം, അന്യായം ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ അധിഷ്ഠാനം എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത് ഇത്യാദി കാര്യങ്ങൾ നമുക്ക് നോക്കാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. ഹേ മഹാബാഹു, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള, വലിയ കൈകളൊക്കെ ഉള്ള, അനന്തമായ കർമ്മങ്ങളൊക്കെ, പല വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് നീ. നമ്മളോടൊക്കെ തന്നെയാണ് ഈ മഹാബാഹു എന്നുള്ള വിളി. അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഏവർക്കും ചേരുന്നതാണ്. നമ്മുടെ ഈ അനന്തമായ സാധ്യതകൾ നമ്മുടെ ഈ കരങ്ങളിലുണ്ട്. പക്ഷേ അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രഭാത വന്ദനത്തിൽ കരത്തിലാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത്തു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറയുന്നത്. ഈ കരത്തിലാണ് പ്രഭാതേ കരദർശനം. ഞാൻ രാവിലെ ഇതാ എൻ്റെ കരത്തെ ഞാൻ കാണുന്നു. ആ കരത്തിൽ ഞാൻ എന്ത് കാണുന്നു? ലക്ഷ്മി വസിക്കുന്നത് കാണുന്നു. അഗ്രഭാഗത്ത് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത്തു ഗോവിന്ദ. അപ്പോൾ ധനത്തിൻ്റെയും വിദ്യയുടെയും കർമ്മത്തിൻ്റെയും അധിപന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ കർമാധ്യക്ഷനായിട്ടുള്ള ഗോവിന്ദനാണെങ്കിലും ധനമാണെങ്കിലും വിദ്യയാണെങ്കിലും ഇതെല്ലാം എൻ്റെ കരങ്ങളിലാണ്. ഈ കരങ്ങളെ കൊണ്ടാണ് ഞാനിത് നേടേണ്ടത്. അങ്ങനെ ഈ കരങ്ങളുടെ സാധ്യതയെ ആവിഷ്കരിക്കാൻ പ്രാപ്തനായിട്ടുള്ള, ആവിഷ്കരിച്ചിട്ടുള്ള, വലിയ മഹത്തരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അർജുന, നമ്മളും അങ്ങനെയാണല്ലോ. ഈ ഭൂമിയിൽ കാണുന്ന, ഈ ലോകത്ത് കാണുന്ന എന്തെന്ത് നേട്ടങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നമ്മളൊന്നും ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം മനുഷ്യൻ നേടിയിട്ടുള്ളത് തന്നെയാണ്. മനുഷ്യൻ്റെ ഈ കരങ്ങളിൽ ആവിർഭൂതമായിട്ടുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെങ്കിലും അസാധ്യം എന്നതിനെ സുസാധ്യമാക്കാവുന്നതാണ് നമ്മുടെ കരങ്ങൾക്ക്. എന്താ പറയുക, ആ ശക്തിയുണ്ട്. നമ്മളതിന് തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാധ്യതകളെ ഉണർത്തുന്ന ഒരു വിളിയാണ് എന്ത്? മഹാബാഹോ എന്നുള്ളത്. അതാണല്ലോ ഈ സുപ്രഭാതത്തിനെയൊക്കെ നമ്മൾ പറയുന്നത്, ഉണർത്തുന്നതാണ്. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. ഉത്തിഷ്ഠ, എഴുന്നേക്ക്. എന്തിന്? ഇതാ സൂര്യനൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. നീയും ഇതേപോലെ നമ്മൾ എന്തു വേണം? മഹാബാഹോ അർജുന, സർവകർമ്മണാം സിദ്ധയേ. സർവകർമ്മണാം, എല്ലാ കർമ്മങ്ങളുടെയും സിദ്ധയെ, സിദ്ധിക്കായിക്കൊണ്ട്,
അതിൻ്റെ പ്രാപ്തിക്കായിക്കൊണ്ട് കൃതാന്തേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കൃഞ്ഞ് കരണേ, കൃത് ചെയ്യുക, അന്തേ അതിൻ്റെ അവസാനം, കർമ്മം അവസാനിക്കുന്നത്. കർമ്മം അവസാനിക്കുന്നത് എവിടെയാ? ശരിക്കും കർമ്മം അവസാനിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിലാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മ അക്ഷരസമുദ്ഭവം. അക്ഷരം ജ്ഞാനമാണ്. അപ്പോൾ കൃതാന്തേ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ അവസാനത്തിൽ എന്നും ജ്ഞാനത്തിലെന്നും. അപ്പോൾ കൃതാന്തേ കർമ്മം അവസാനിക്കുന്നിടത്ത്, ആ കർമ്മം അവസാനിക്കുന്നതിനെക്കുറിച്ച് സാങ്ക്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൽ, സാങ്ക്യശാസ്ത്രത്തിൽ പ്രോക്താനി പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയപ്പെട്ടിട്ടുള്ളത്? ഇമാനി പഞ്ചകരണാനി മേ നിബോധ. ഈ പറയപ്പെട്ടിരിക്കുന്ന വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ 5 കാരണങ്ങളെക്കുറിച്ച്, ഇമാനി പഞ്ചകാരണാനി, ഈ 5 കാരണങ്ങളെക്കുറിച്ച് എന്നിൽ നിന്ന്, എൻ്റെ വാക്കിൽ നിന്ന് നിബോധ, അറിഞ്ഞാലും ബോധിച്ചാലും. അപ്പം ഭഗവാൻ പറയുന്നു, ഹേ അർജുന, കർമ്മങ്ങളുടെയൊക്കെ സിദ്ധിക്കായിക്കൊണ്ട് അതിൻ്റെ അവസാനവും കൃതാന്തേ, അതിൻ്റെ പരിസമാപ്തിയെക്കുറിച്ചും സാങ്ക്യശാസ്ത്രത്തിൽ, വേദാന്തത്തിൽ പറയപ്പെട്ടിട്ടുള്ളതിനെ നീ എന്നിൽ നിന്ന് കേട്ടാലും. എന്തൊക്കെയാണ്? 5 കാരണങ്ങളാണ്. ആ 5 കാരണങ്ങളെ നീ എന്നിൽ നിന്ന് മനസ്സിലാക്കിയാലും. എന്തൊക്കെയാണത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഉത്ക്ഷേപണം അവക്ഷേപമാണോ? അതല്ല. നോക്കാം നമുക്ക്. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ച അത്ര പഞ്ചമം. 18-ാം അധ്യായം 14-ാമത്തെ ശ്ലോകം. അധിഷ്ഠാനം എന്താണ് ഇവിടെ? അധിഷ്ഠാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരം തന്നെ. ഇതിനൊക്കെ ഒരു അധിഷ്ഠാനമായിട്ടുള്ള, ഏതിന്? കർമ്മത്തിന്. അപ്പം കർമ്മത്തിൻ്റെ 5 കാരണങ്ങളെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്? ഇവിടെ പറയുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. നാം ബോധപൂർവം അല്ലാതെ അബോധപൂർവം നടക്കുന്ന കർമ്മങ്ങളുണ്ട്. നമ്മൾ ശ്വസിക്കുക എന്നത് ബോധപൂർവം നമ്മൾ ചെയ്യുന്നതല്ല. നമ്മുടെ ദഹന പ്രക്രിയ നാം ബോധപൂർവം ചെയ്യുന്നതല്ല. അതുപോലെ ഈ രക്തപ്രവാഹവും ഇത്യാദി ആന്തരിക പ്രവർത്തനങ്ങളൊന്നും ബോധപൂർവമല്ല. അതെല്ലാം കർമ്മങ്ങളാണ്. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ നിന്നെടുത്തൊരു സംശയം ചോദിക്കും. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ചലനമാണ് എന്നുള്ളത് അതിൻ്റെ നിയമം. ആ ചലനത്തിന് വിധേയമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എന്ന് ഗീത 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. അതൊരു അടിസ്ഥാന തത്വമാണ്. അതിലാണ് നമ്മൾ ഉത്ക്ഷേപണം, അവക്ഷേപം, ഗമനം, പ്രസാരണം, ആകുഞ്ചനം ഇത്യാദി കണ്ടത്. അതുകൊണ്ട് സാധിക്കാവുന്നത് ഉത്പാദ്യം, വികാര്യം, സംസ്കാരം, പ്രാപ്യം ഇത്യാദി. ഉൽപ്പാദിപ്പിക്കാം, വികാരപ്പെടുത്താം, സംസ്കരിക്കാം, ഒരു സ്ഥലത്ത് എത്തിച്ചേരാം ഇത്യാദി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മം ഇന്നലെ കണ്ടു, പ്രാരബ്ധ കർമ്മം.
അടുത്ത ജന്മത്തിന് കാരണമായി തീരുന്ന ആഗാമി കർമ്മങ്ങൾ സഞ്ചിത രൂപത്തിൽ സഞ്ചയിച്ച് പിന്നീട് അത് പ്രാരബ്ധമായി പക്വമാകുമ്പോൾ ഈ ജീവിത യാത്രയാകുന്ന കർമ്മത്തിന് നിദാനമായിട്ടുള്ള കർമ്മങ്ങൾ സൂക്ഷ്മതലത്തിലുള്ളത്. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന നമ്മൾ ചെയ്യുന്ന ഓരോരോ ചെയ്തികളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടല്ലോ സൂക്ഷ്മരൂപത്തിൽ ഓരോരോ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാതെ നമ്മളെ എടുക്കൽ, കൊടുക്കൽ, വാങ്ങൽ ഇത്യാദി പല പല ധർമ്മവും അധാർമികവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിദാനമായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഗീത അല്ലെങ്കിൽ നമ്മുടെ വേദാന്ത ശാസ്ത്രം, ഭഗവത്ഗീത തന്നെ ഒന്നൊഴിയാതെ എല്ലാ തലങ്ങളെയും ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയാധാരം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് വരികയാണ്. അതാണ് ഇതൊരു വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. കാരണം ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ കർമ്മണോ ഗതി ഗഹന കവയോപ്യത്ര മോഹിതാഹ. അർജുന, ഈ കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് അതിഗഹനമാണ്. കവികൾ പോലും അതിൽ മോഹിക്കപ്പെട്ടിട്ടുണ്ട്. ഗീത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 3-ാം അധ്യായം കർമ്മയോഗം എന്ന അധ്യായം അതാണല്ലോ. അപ്പോൾ ഇതെല്ലാം അർജുനൻ തന്നെ ഭഗവാനോട് പറഞ്ഞ എന്താ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ? ഭയങ്കര രസമല്ലേ? അപ്പോൾ അത് ഒരു സത്യമാണ്. അർജുനൻ പറഞ്ഞത് എങ്ങനെയാണ്? അർജുനൻ്റെ ചോദ്യം തന്നെ എന്താ? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഗീത 3-ാം അധ്യായത്തിലെ ചോദ്യമാണ് അർജുനൻ്റെ. എന്താണ്? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ മേ ബുദ്ധിം മോഹയസീവ. എൻ്റെ ബുദ്ധി ഉണ്ടല്ലോ മോഹിക്കപ്പെട്ടിരിക്കണു ഭഗവാനെ. കാരണം എന്താ? വ്യാമിശ്രേണേവ വാക്യേന, അങ്ങയുടെ ഈ വാക്കുകളൊക്കെ ഒരുമാതിരി കൊയകൊയാന്നുള്ളതാണ്, കുഴച്ചു മറച്ച പോലെയാണ്. വ്യാമിശ്രേണ ഇവ തവ വാക്യേന, അങ്ങയുടെ വാക്യങ്ങളൊക്കെ കുഴഞ്ഞു കുഴഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തത് ഏകം വത നിശ്ചിത്യ, ഏതെങ്കിലും ഒന്നെനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. അപ്പോഴും മൂപ്പരെന്താ പറയാൻ ഉത്തരം? ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ മയാ പ്രോക്ത പുരാപ്രോക്ത മയാനക ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുന, പണ്ട് തന്നെ ഞാൻ 2 വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാങ്ക്യന്മാർക്ക് ജ്ഞാനമാർഗവും യോഗികൾക്ക് കർമ്മമാർഗവും. അതുകൊണ്ട് നീ എന്നിൽ നിന്നിതിനെ നന്നായി മനസ്സിലാക്കൂ. 3-ാം അധ്യായം നമ്മളൊന്ന് വെറുതെ നിങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് എന്ത്? കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്, കവികളും അതിൽ മോഹിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ വിമാന ദുരന്തത്തിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ലേ, ഒരാൾ രക്ഷപ്പെടുന്നു. കർമ്മത്തിൻ്റെ ഒരു ഗതി നോക്കണേ, അത്ഭുതകരമാം വിധത്തിൽ. എങ്ങനെയെന്ന് ചോദിച്ചാൽ മൂപ്പർക്കും അത് കൃത്യമായിട്ടൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. അതാണ് എന്താണത്? കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. നമുക്കത് ആ വാർത്ത കണ്ടപ്പോൾ ഗീതയിലെ ആ ശ്ലോകമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. കർമ്മണോ ഗതി ഗഹനഃ കവയോപ്യത്ര മോഹിതാഹ. ആരെയും മോഹിപ്പിക്കുന്നതാണ് കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. എന്തൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. വെറും 4 ദിവസത്തെ അവധിക്ക് വേണ്ടി വരുന്നു. ആ വിമാനം യാത്ര ടിക്കറ്റ് ക്യാൻസലാക്കിയവരെത്ര പേരുണ്ടാവും? അവസാനം അതിലേക്ക് കയറിയവരെത്ര പേരുണ്ടാവും? നമ്മൾ അന്വേഷിച്ച് പോയ ഫ്ലൈറ്റ് മിസ്സായവർ വരെ ഉണ്ടാവും. ആ മിസ്സായവൻ്റെയൊക്കെ കാര്യം നോക്കണം അല്ലേ? അത്ഭുതമാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ ഇതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ 5 കാരണങ്ങളിൽ അതുകൂടെ ഇവിടെ വിഷയമാണ്. എന്താണ്? ആദ്യത്തേത് അധിഷ്ഠാനം. ഈ അധിഷ്ഠാനത്തെ നമ്മുടെ ശരീരം തന്നെയാണ് ഇതിനൊരു അധിഷ്ഠാനം. ഇവിടെ തഥാ അതുപോലെ കർത്ത. എന്താ ഈ കർത്ത?
ഇവിടെ കർത്ത എന്ന് പറയുന്നത് അഹം കർത്ത, അഹം ഭോക്ത. എനിക്ക് ഞാൻ എന്ന ഒരു ബോധമുണ്ട്. ഇപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ രാവിലെയായി, എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് കുളിക്കണം. ഇങ്ങനെ ഞാനാണ് ആദ്യം തന്നെ വരുന്നത്. ഭഗവാൻ 12-ാം അധ്യായത്തിൽ ജ്ഞാനിയുടെ ലക്ഷണം പറയുമ്പോൾ പറയും, ഒരു പ്രയോഗമുണ്ട്, സർവാരംഭ പരിത്യാഗി എന്ന്. എന്താ ഈ സർവാരംഭ പരിത്യാഗി? അക്ഷരാർത്ഥത്തിൽ ആ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ സർവത്തിൻ്റെയും ആരംഭം തന്നെ പരിത്യജിച്ചതാ, പിന്നെ വേറെ ഒന്നും ഒരു വസ്തു ചെയ്യില്ല എന്ന് പറയാം. ജ്ഞാനിയുടെ ലക്ഷണം പറയുമ്പോൾ പറയുന്ന സർവാരംഭ പരിത്യാഗി. എന്താ ഈ സർവാരംഭ പരിത്യാഗി? സർവതിൻ്റെയും ആരംഭത്തിൽ ഉണ്ടാകുന്ന എന്താ? ഞാൻ എന്ന ബോധമാണ്. അവിടെ സർവാരംഭ പരിത്യാഗി എന്ന് പറയുമ്പോൾ അതിനെ തന്നെ ത്യജിച്ചവനാ. പക്ഷെ ഇവിടെ ഇത് അധിഷ്ഠാനമാണ്, അതുണ്ട്. നിങ്ങൾക്കത് ത്യജിക്കാതിരിക്കുക, അത് വേറെ കാര്യം. ഇവിടെ പറയുമ്പോൾ ഇതാണ്, നമ്മൾ ഈ കൂട്ടിക്കുഴയരുത് എന്ന് പറയാം. അപ്പം ഗീത ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാലുണ്ടല്ലോ, എന്തൊരു സൗന്ദര്യമാർന്ന ഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന മൂല്യങ്ങളെ, ചിലരെ സംബന്ധിച്ച് ഇത് മൊത്തത്തിൽ സംശയമാണ്. കാരണം എന്താ, അത് അവിടുന്ന് ഇവിടുന്ന് വായിച്ചു നോക്കുകയുള്ളൂ. ഇത് ഏതെങ്കിലും നോവൽ വായിക്കുന്നത് പോലെ വായിക്കാനുള്ളതല്ലല്ലോ. ഗീതയൊക്കെ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പലരും. ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു പുസ്തകമാണ് ഗീത. ഗീത വായിക്കാനുള്ളതല്ല വാസ്തവത്തിൽ. ഇരിക്കട്ടെ, പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റു പലതും നമുക്ക് വായിക്കാം. ഗീത നമ്മൾ മനനത്തിന് വിധേയമാക്കേണ്ടതാണ്. പഠിക്കുക എന്ന് പറയുന്നത് ശരിയായിരിക്കും. ഗീത ഞാൻ പഠിക്കുന്നുണ്ട് ദിവസവും. അപ്പോൾ സർവത്തിൻ്റെയും ആരംഭമായിട്ടുള്ള അതിന് എന്താണ്? കർത്ത. ഞാൻ എന്ന അഹമെന്ന അഹങ്കാരം. അഹംബോധമുണ്ട്, അഹങ്കാരമുണ്ട്. ഇവിടെ അഹങ്കാരമാണ്, നെഗറ്റീവല്ല. നമ്മൾ ഈ അഹങ്കാരം, ഈഗോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ളതായിട്ട് പരിഗണിക്കാറുണ്ട്. ഇവിടെ നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല, അതുണ്ട്. എനിക്ക് പോകണം, എനിക്ക് ബസ്സിൽ കയറണം, ഞാനത് ചെയ്യണം, എനിക്ക് ഇന്നത് ചെയ്യണം. അതാണല്ലോ എല്ലാ കർമ്മത്തിൻ്റെയും പ്രധാനപ്പെട്ടത്. അപ്പം അതാണ് രണ്ടാമത്തത്, കർത്ത. പിന്നെയോ പൃഥഗ്വിധം കരണം ച. പൃഥഗ്വിധം വെവ്വേറെയുള്ള അനേക പ്രകാരത്തിലുള്ള കരണം. കരണം എന്ന് പറഞ്ഞാൽ ചക്ഷുരാദി ജ്ഞാനേന്ദ്രിയ വ്യാപാരങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് 13. വിവിധാഹ പൃഥക് ചേഷ്ടാഹ ച. അതുപോലെ തന്നെ വിവിധങ്ങളായ പൃഥക് ചേഷ്ടകൾ. അതെന്താണ്? പ്രാണന്റെ വ്യാപാരങ്ങൾ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇങ്ങനെ പഞ്ചപ്രാണന്മാർക്ക് വിവിധങ്ങളായിട്ടുള്ള ചേഷ്ടകളാണ്. അത് അത്ര പഞ്ചമം. അതിൽ അഞ്ചാമത്തേത് ദൈവം ച ഏവ. ഈ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾക്ക് ഒക്കെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന അധിഷ്ഠാന ദേവതകളുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഇവിടെ. കാരണം ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ ബാഹ്യലോകത്ത്, ഇവിടെയാണ് ഈ വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്നത്.
അപ്പം സമഷ്ടിയിൽ നമ്മൾ ഈ മൈക്രോകോസം മാക്രോകോസം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനൊക്കെ അധിഷ്ഠാനങ്ങളായിട്ടുള്ള ദേവതകളുണ്ട്. നമ്മളൊരു ഈ ഭഗവത്ഗീത കഴിഞ്ഞാൽ നമ്മൾ ചില പ്രകരണ ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. വളരെ രസമാണത്. ഇതിൻ്റെ ഈ ഓരോന്നിനും അധിഷ്ഠാന ദേവതകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രമാ മനസ്സോ ദേവത, സൂര്യോ ചക്ഷുഹു, ത്വക് വായു, ആകാശം ശ്രോത്രേന്ദ്രിയം. ഇങ്ങനെ ഓരോന്നിൽ നിന്നാണ് ഓരോന്നിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ രൂപപ്പെടുത്തിയത് പറയുന്നുണ്ട്. അതായത് ആകാശത്തിനും വായുവിനും അഗ്നിക്കും ഭൂമിക്കും ജലത്തിനും പഞ്ചമഹാഭൂതങ്ങൾക്ക് 3 ഭാവങ്ങളുണ്ട്. അതിൻ്റെ പ്രകൃതി എന്ന് പറയുന്ന സാത്വിക, രാജസിക, താമസിക ഭാവങ്ങൾ. ഏതിന്? ഈ ആകാശത്തിനും വായുവിനും അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും. ഈ സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളിൽ നിന്ന് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അവിടെ നിന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഈ പഞ്ചമഹാഭൂതങ്ങളുടെ അഭാവത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഈ നെറ്റ്വർക്ക് ഇല്ലാതെ ഫോൺ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് ഈ 5 നെറ്റ്വർക്ക് അനിവാര്യമാണ്. ആകാശവും വായുവും ഭൂമിയും ജലവും. അതുമായിട്ട് എപ്പോഴും നമ്മൾ സമ്പർക്കത്തിലാണ്, നിരന്തരം. അതൊഴിഞ്ഞ സമയമില്ല. അതൊഴിയുന്നതിനെയാണ് പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത്. അപ്പോൾ ദിവദ്യോതന എന്നാണ്, ദൈവം ചയേവ. ഇപ്പോൾ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള അതിനെയൊക്കെ സർവ അന്തര്യാമിയായി പ്രകാശിപ്പിക്കുന്ന അഹം എന്ന ബോധം ധ്രുവൻ ഭാഗവതത്തിൽ സ്തുതിക്കുന്ന. അപ്പോൾ വെവ്വേറെയായിട്ടും ഒന്നായിട്ടും അതിനെ പറയാം. ദൈവശബ്ദത്തിന് അങ്ങനെയുണ്ട്. ധ്രുവന്റെ സ്തുതിയിൽ വരുമ്പോൾ എന്താ? യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അതാ അവിടെ എന്താ? യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. എൻ്റെ വാക്കുകൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, പ്രസവിക്കുന്നത്? അന്യാൻശ്ച, മറ്റുള്ള ഹസ്തചരണ ശ്രവണത്വഗാദീൻ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, എൻ്റേത് മാത്രമല്ല സകല ജീവജാലങ്ങളുടെ പ്രാണൻ പ്രവർത്തിക്കുന്നത്. അതിന് നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അവിടെ പുരുഷനായിക്കൊണ്ട്, ആ പുരുഷനായിക്കൊണ്ട്, ലിംഗവാചിയായിട്ടുള്ള പുരുഷൻ എന്നല്ല, ദൈവശബ്ദത്തെയാണ് അവിടെ പുരുഷൻ എന്ന് പറയുന്നത്. എൻ്റെ നമസ്കാരം. അപ്പോൾ അതെന്താണ്? ഇവിടെ കാരണങ്ങളിൽ ഒരു കാരണം അതാണ്. അപ്പോൾ ഈ അധിഷ്ഠാനത്തിൽ എന്തുണ്ട്? ഇച്ഛയുണ്ട്, ദ്വേഷമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജ്ഞാനമുണ്ട്. ഇതൊക്കെ പ്രകാശിപ്പിക്കുന്നതിൻ്റെ അധിഷ്ഠാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം. കർത്ത എന്ന് പറയുന്ന ആരെയാണ്? ഇതിനെ അനുഭവിക്കുന്ന ഭോക്താവായിട്ടുള്ള അഹം എന്നത്. കരണം, ചക്ഷുരാദി, ശ്രോത്രം, ഇത് നാനാപ്രകാരത്തിലുള്ള ഇപ്പം ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളുണ്ട് 5: മനസ്സ്, ബുദ്ധി ഇത്യാദികൾ. പൃഥക്ചേഷ്ട, പ്രാണൻ. പിന്നെ പ്രകൃതി ശക്തി എന്ന് പറയുന്നത്. ചിലർ പറയാറുണ്ട്, ഞാൻ അതിലേ വിശ്വസിക്കുന്നുണ്ട്, ബാക്കിയൊന്നും എനിക്ക് വിശ്വാസമില്ല, മതി, അതെങ്കിലും മതി വിശ്വാസം.
ഈ ഈശ്വരവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താ പറയുക, അല്ല ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ എന്ന്. ഒരു പൊട്ട ചോദ്യമാണത്. ചിലർ പറയും അതേന്ന്, എന്താ വലിയ ഭയങ്കര ഇത് കണ്ടതുപോലെയാണ് പറയുക. എന്തായാലും അടുത്ത ശ്ലോകം കൊണ്ടാണ് ഈ ആശയം ഉപസംഹരിക്കപ്പെടുന്നത്. പറയും: ശരീരവാങ്മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ഇത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നരഹ, നേതൃഗുണമാർന്ന മനുഷ്യൻ, നരൻ, ശരീരവാക് മനോഭി, അവൻ്റെ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ന്യായം വാ വിപരീതം വാ, ന്യായാവട്ടെ അന്യായമാകട്ടെ, ധാർമ്മികമായിട്ടുള്ളതോ അധർമ്മമായിട്ടോ, യത് കർമ്മ പ്രാരഭതേ, യാതൊരു കർമ്മങ്ങളെ ചെയ്യുന്നുവോ, തസ്യ, അതിന്, ഏതേ പഞ്ചഹേതവഃ, ഈ പറഞ്ഞ 5 കാരണങ്ങളായി തീരുന്നു, ഹേതുക്കളായിട്ട് തീരും. അപ്പം ഏതൊരു കർമ്മവും നമ്മളിൽ ഇതെല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ്. ഈ കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പറയാറ്, ഒരു ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന വേൾഡ് കപ്പിൽ മറഡോണയുടെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, പകുതി മൂപ്പരുടെ കൈയുണ്ട്, പക്ഷെ റഫറി അതിന് പെനാൽറ്റി ഒന്നും അല്ലെങ്കിൽ എന്താ, സാധാരണ പെനാൽറ്റി ബോക്സിൽ കയ്യിൽ ബോൾ തട്ടിക്കഴിഞ്ഞാൽ ആൾ ഔട്ടാണ്, റെഡ് കാർഡാണ്. പക്ഷെ അവിടെ ഇപ്പോഴും വലിയൊരു വിവാദമായിട്ടുള്ള ഗോളാണ് മറഡോണയുടെ ഗോള്. തലയുണ്ട്, പകുതി കൈയും ഉണ്ട്, കൈയുടെ ഒരു അംശമുണ്ട്. അപ്പം മൂപ്പര് പറഞ്ഞത് എന്താ? ദൈവത്തിൻ്റെ കൈ എന്നാണ്. അപ്പം ഇപ്പം നേരത്തെ ഈ പറഞ്ഞ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ ആരാണ് അയാൾക്ക് എങ്ങനെ സീറ്റ് ബെൽറ്റ് ഊരി, ഈ സീറ്റ് ബെൽറ്റ് ഇടാനും ഊരാനുള്ള സമയം കൊണ്ടാണ് ഇത് എന്താ പൊങ്ങലും താഴലും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ അദ്ദേഹം എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വിസ്തരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അദൃശ്യമായ ചില ഘടകങ്ങളുടെ ഒരു സപ്പോർട്ട് അത് ഒരാൾക്ക് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിവിടെ പലപ്പോഴും എന്താ ചെയ്യാന്നറിയോ, ഈശ്വരൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നാ പറയുക. അങ്ങനെ പറയരുത്, അതിലൊരു അപാകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ ബാക്കിയുള്ളവരെ മുഴുവൻ കൊന്നു എന്ന് പറയേണ്ടി വരും. ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്വം ഈശ്വരൻ്റേതാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ പേരെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം ഈശ്വരനുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയണം. അപ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമല്ല. നമ്മൾ പലപ്പോഴും ഉഡായിപ്പിൻ്റെ ആശാമാരായതുകൊണ്ട് അത് പറയില്ല. ഇവിടെ ഇത് നമ്മൾ ഗീത പഠിക്കുമ്പോഴാണ് ഇതിൽ നമ്മുടെ ഒരു കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ചിന്തകൾക്കൊക്കെ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോഴൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയുക, നമ്മളൊക്കെ ഒരു നന്നായിട്ടൊന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്, കുറച്ചൊന്ന് നമ്മളൊന്ന് ഉഷാറാവേണ്ടതുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത ഈ കാലാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന വ്യതിയാനം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സെൻസസിനെ സ്വാധീനിക്കുന്നതാണ് ഈ ചുറ്റുപാടെ.
അപ്പോൾ ചുറ്റുപാട് ഒരു ഘടകം, പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചിന്തകൾ. ചിലരൊക്കെ എഴുതാനും അവരുടെ എഴുത്തിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ സമയം തിരഞ്ഞെടുക്കുന്നത് അർദ്ധരാത്രിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വിജനമായ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. എന്താണ് അത് വരുന്നതിന്, അത് പുറത്തേക്ക് ഒഴുകുന്നതിന് തടസ്സങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ, ചുറ്റുപാടൊക്കെ. അപ്പോൾ അവരുടെ വീടൊക്കെ തന്നെയാണെങ്കിലും തടസ്സങ്ങളാണ്. അതുകൊണ്ട് പല എഴുത്തുകാരുണ്ട്, നമുക്കറിയുന്ന പലരുമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നവർ തന്നെ ഉണ്ടാവും. എഴുതാൻ വേണ്ടി അവർ യാത്ര ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നായിരിക്കും അവർ എഴുതുന്നത്. എന്താണ് അതിങ്ങനെ ഒഴുകി വരുന്നതിന് ഘടകങ്ങൾ, പുറത്തുള്ള ഘടകങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിപ്പോൾ ചിത്രകാരനാണെങ്കിലും ചിന്തകനാണെങ്കിലും അതിന് വേണ്ടിയിട്ട് അവർക്ക് ചില, ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും വേണമല്ലോ ഒരു സൈലൻസ്. നമ്മൾ പറയില്ലേ, കുറച്ച് സമയം പ്ലീസ്, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയും അല്ലേ. നമുക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒറ്റയ്ക്കാണല്ലോ. നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട്, സ്വാമിക്ക് ബോറടിക്കില്ലേ എന്ന്. എന്ത് ബോറടിക്കാൻ, നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പം ഈ 5 അധിഷ്ഠാനങ്ങൾ, നമ്മുടെ ശരീരം, അഹമെന്ന ബോധം, ഇന്ദ്രിയങ്ങൾ, ചേഷ്ടകൾ, പ്രകൃതിശക്തി, ഇതിലാണ് ന്യായവും അന്യായവും എല്ലാം സംഭവിക്കുന്നത്. ഒരു കർമ്മത്തിൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞാൽ ഈ 5ഉം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തുടർന്ന് അതിമനോഹരമായ ഭാഗങ്ങൾ വരിക, നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.